ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്. അപ്പോൾ ജുബി ഉണ്ട് എന്തായാലും. അപ്പോൾ ഞാനും സൊപ്പും ജുബിയും കൂടിയും പ്ലാൻ ഇട്ട് നമുക്ക് ഇങ്ങനെ തെടിക്കപ്പ് എക്കോ ടൂറിസ്റ്റ്ക്ക് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ 2:30 ബസ്സിനാണ് പോണത്. രാവിലെ നീച്ച് ഇതൊക്കെ കഴിച്ചു, വേഗം അടിച്ചൊരു തുടക്കലൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഇത് സോയമോളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ. ബസ് ബാക്കിൽ കൂടി ഇങ്ങനെ വരുന്നത്. സൊപ്പ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കായിരുന്നു. ഓള് ബസ്സിൽ അങ്ങനെ കയറലില്ല അപ്പോൾ, അതുകൊണ്ട് ഓൾക്കൊരു പേടി. അങ്ങനെ ബസ് വന്നിട്ടോ. ബസ്സിൽ കയറി സൊപ്പും സോയ അത് അവിടുത്തെ സീറ്റിൽ, ഞാനും ചുബിയും ഒരു സീറ്റിൽ അങ്ങനെ ഇരുന്നത്. ഒരാൾക്ക് ഇവിടുന്ന് കരിങ്കുളത്താണിക്ക്, ഞങ്ങൾ ഇവിടുന്ന് കരിങ്കുളത്താണിക്ക് 15 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാനാണ് ഓലെ ക്യാഷൊക്കെ കൊടുത്തത്. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. സോയമോൾ എന്തൊക്കെയോ പറയണമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കരിങ്കുളത്താണി എത്തിയിട്ടുള്ളൂ. ഇനി ഫസ്റ്റ് ഞങ്ങൾ പോണത് ചെരുപ്പ് എടുക്കാനാണ് എനിക്ക്. കാരണം നമ്മുടെ ഹീൽസാണ് കേട്ടോ, അതിട്ട് നടക്കൽ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പുതിയ ചെരുപ്പ് എടുത്തു കേട്ടോ, വീട്ടിൽ കൂടി ഇടാനും പിന്നെ ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. മറ്റേ ചെരുപ്പ് ഞാൻ വെഡ്ഡിങ്ങിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടുന്നതാണ്. എന്നിട്ട് പിന്നെ സോയ്ക്ക് ലേസും കിൻഡർ ഷോയും വാങ്ങിയിട്ടോ. ഞങ്ങൾ കരിങ്കുളത്താണിയിൽ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട്, കരിങ്കുളത്താണിയിൽ നിന്ന് കുറച്ച് പോകണം, ഒരു ഓട്ടോ എടുത്തിട്ട് ഞങ്ങൾ അവിടെ പോയി ഇറങ്ങിയിട്ടോ തൊടുക്കുക. അപ്പം അവിടേക്ക് 30 രൂപയാണ് കേട്ടോ ഓട്ടോക്കാരൻ വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സൊപ്പുമാണ് ക്യാഷ് കൊടുത്തത്. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ. പിന്നെ സോയമോൾക്ക് കൊടുക്കണേ, ഞങ്ങൾ 3 ആളായിരുന്നു. അങ്ങനെ 150 രൂപയാണ്. പിന്നെ അവൾ ഫസ്റ്റ് മറ്റേ സ്ലൈഡിൽ ഇതായിട്ട് എന്നിട്ട് പിന്നെ സീസോയിൽ ഇരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ സൊപ്പ് വേണ്ട ജുബി മതി എന്ന് പറയായിരുന്നു കേട്ടോ, അങ്ങനെ സീസോയിലാക്കി കൊടുക്കണത്. എന്നിട്ട് പിന്നെ ഒരു വട്ടം സ്ലൈഡിൽ വിൽക്കാനൊക്കെ പോയിട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ കളിച്ച് എന്നിട്ട് പിന്നെ ഞങ്ങൾ മേലേക്ക് കയറാൻ കരുതി, അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുക അങ്ങനെ എഴുതിയിട്ട് ഞങ്ങൾ മേലേക്ക് പോകാൻ കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഈ പാർക്കിൽ വെറും ഊഞ്ഞാലും പിന്നെ ഈ സ്ലൈഡും പിന്നെ മറ്റേ ഇതും മാത്രം കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ, സീസോവും. അങ്ങനെ പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. ഗൈസ് അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. കുറേ നടക്കാൻ കേട്ടോ. നമുക്ക് ഇവിടുന്ന് അവിടുന്ന് റീലെടുക്കാം കേട്ടോ, ഈ മുളങ്കാട്ടുന്ന്. ചിലപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്ന് ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ. 150 രൂപ ഞങ്ങൾ പൊട്ടിച്ചു. സ്വയംക്ക് പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഞങ്ങൾ മേലേക്ക് കയറുകയാണ് കേട്ടോ. അവിടെ ഇപ്പോൾ കയറി എന്തൊരു പറമ്പൊക്കെ വന്ന് എത്താം പറയോ. പാർക്ക് മേലെ, പാർക്ക് താഴെ മാത്രമേ മേലില്ല. ബട്ട് ഞങ്ങൾ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് മേലുണ്ട്. ഞാൻ പുതിയ ചെരുപ്പൊക്കെ വാങ്ങിയിട്ടോ. ജുബി വെട്ടി തിളങ്ങുകയാണ്. സോയമോളെ അനുന് തരുമോ അത് തുള്ളി? എന്തൊരു സാധനമാളേ, നേലടിച്ച് അങ്ങോട്ട് വായോജ്. എനിക്കൊരു കാര്യം കാണിച്ചാൽ കുറച്ച് എടുത്തു. പിന്നെ നമ്മൾ മേലെ കയറാൻ നിൽക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ നല്ല വെയിലാണ്, പെരും വെയിൽ. പിന്നെ നമ്മൾ മേലേക്ക് കയറുകയാണ്. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. നമ്മൾ ഇവിടെ പോരും വെയിലാണ്, താഴത്ത് നിൽക്കുകയാണ് കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം വെയിൽ കഴിഞ്ഞിട്ട് വേണം മേലേക്ക് കയറാനും. അതിനെ പോയിട്ട് കുറേ പോകണം. നമ്മൾ ഇവിടെ ഇരുന്നാണ് വരേണ്ടതെന്നുള്ള തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ. സൊപ്പറിയാത്ത പോലൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആണ് സൊപ്പുവിൻ്റെ. ഇതേ ഗൈസിന്റെ ഫോൺ സ്റ്റക്കായിട്ടാണ്, അതാണ് ഇങ്ങനെ ചിരിച്ചത്. ആ സത്യം പറഞ്ഞാൽ ബോറടിച്ചിട്ടുണ്ട്. പിന്നെ ഏറി വരുന്നുണ്ട്, ഭയങ്കര ചൂടാണ്. ജോയമോൾ ഇവിടെ ഫോണിൽ കളിക്കാൻ കേട്ടോ. ഇവിടെ 2 ആൾ ഇതാ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് മേലെ കയറും. ഇനിയിപ്പോൾ ഒരു ഡാൻസും കൂടിയും കളിച്ചണം. എന്നിട്ട് പിന്നെ ഈ വീഡിയോയിൽ ഇട്ടിട്ട് യൂട്യൂബിൽ അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളല്ല സൊപ്പും സോയും കൂടിയും ബാത്റൂമിൽ പോവുകയാണ് കേട്ടോ. സോയമോൾക്ക് അപ്പത്തിന് ടോയ്ലറ്റിൽ പോകാൻ മുട്ടി. ഇതാ പോവുകയാണോല്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ പാറമ കയറിയിട്ടില്ല കേട്ടോ. വെയിൽ കോട്ട കയറ്റി നിന്നതാണ്. സമയം 4:30. ഇനി ഞങ്ങൾക്ക് അവിടേക്ക് ബസ് എപ്പോഴാണെന്ന് അറിയില്ല, 5:45-നൊക്കെയാണ്. പിന്നെ
ഇതാ സൊപ്പിന് പിന്നെ എവിടെ കണ്ടാലും ഫോട്ടോ എടുക്കണം. അപ്പോൾ ഫോട്ടോസ് കൊടുത്തിട്ടാണ് പോണത്. ഞങ്ങൾ തിരിച്ചും ഇങ്ങോട്ടന്നെ കയറണം കേട്ടോ. താഴത്തേക്ക് അവൾക്ക് ബാത്റൂമിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കയറും. ഫുള്ളടങ്ങാറ്. ജോയമോൾ ഇതാ മുന്നിൽ മണ്ട് കേട്ടോ. ആ തിന്നണില്ല. ഞങ്ങളുടെ ജോയമോൾക്ക് ഐസ്ക്രീമും വാങ്ങിക്കൊടുത്തുകൊണ്ട് അവൾ ടോയ്ലറ്റിൽ പോയി വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ മോൾക്ക് വീണ്ടും കേരളം എടുത്തിട്ടോ. പിന്നെ ഞാനാണ് ജോയിൻ എടുത്തത്. സൊപ്പും ചുബിയൊക്കെ കുഴഞ്ഞെടുത്തിട്ട് മലമത വെയിലൊക്കെ പോയിക്കണു. അപ്പോൾ കഴിഞ്ഞേ ഞങ്ങൾ പാറ കയറൽ നടത്തി കേട്ടോ. അപ്പോൾ ഇത് അവിടെ കുറച്ച് കയറിയിട്ടുള്ള വ്യൂ ആണിത്. അപ്പോൾ അവിടെ നിന്ന് സൊപ്പിനെ വീഡിയോ എടുക്കണം എന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു അവിടെ നിന്നുള്ളത്. എന്നിട്ട് പിന്നെ മോൾക്ക് കയറണം കേട്ടോ. അങ്ങനെ കയറൽ തുടങ്ങുകയാണ്. ജോയമോൾക്കാണെങ്കിൽ അവൾ എടുക്കണം എന്ന് പറയും, പിന്നെ കുറേ നടക്കണം എന്ന് പറയും. അങ്ങനെയൊക്കെ ആയിരുന്നുകൊണ്ട് പിന്നെ ഞാൻ കയറൽ നടത്തിയിട്ട് ഓലിൻ്റെ ബാക്കിലും വരൽ തുടങ്ങി. ടയേർഡായിട്ടിരിക്കുന്നു. അതാ ഞാൻ അങ്ങോട്ട് കയറി എത്തണം. മലനിരകൾ താണ്ടി ഞങ്ങൾ വരുന്നു. കണ്ടപ്പെടുന്നില്ല വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ സീന്. ഇനി കയറുന്നതോറും വ്യൂ ഇങ്ങനെ കൂടിയും കൊണ്ടിരിക്കും. ഇപ്പാണ് കുന്ന് കയറാനായിട്ട് വാങ്ങിയത്. ഇജ്ജ് വാങ്ങിയില്ലേ? അമ്പിളിനെ കണ്ടിന് സന്തോഷം. നമുക്ക് ആ പേടിന കാക്കാണ്ട് തുള്ളി വെള്ളം തരാൻ പറയാം. ബോട്ടിൽ മേടിച്ചോണ്ടിരിക്കും. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു മേലേക്ക്. ആ തണുപ്പ് വെയിലാണേലും. സോയ ഇവിടുത്തെ വ്യൂ പോയിന്റ്. അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ മുകളിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. നല്ല വെയിലാണ്. നമുക്ക് എന്തൊരു വെയിലാച്ചിട്ടാ. അപ്പം നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. എന്തായിക്കണ ഇരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇത് കാണാനാണ് ഇത്ര കഷ്ടപ്പെട്ട് കരുതുന്നത്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. വളരെ ശോകമാണ്. ഭയങ്കര വെയിലും ആകെ ഡള്ളായി. ഇന്നത്തെ ദിവസം അപ്പം ഇങ്ങനെ കഴിഞ്ഞു. അതാലോചിക്കുമ്പോഴാകെ സങ്കടം. സ്കൂളിലത്തെ ദിവസം ഇങ്ങനെ കഴിച്ചുമ്പോൾ ഇപ്പം നേരെ കാണാല്ലേ ബ്രൈറ്റ്നസ് കുറഞ്ഞിരിക്കുന്നു. അതാണ് അങ്ങനെ. അങ്ങനെ ഗൈസ് നമ്മൾ പോവുകയാണ് കേട്ടോ. ആകെ ടയേർഡായിക്കണു. ഞാനാണ് സോയനെ എടുക്കണത്. ആ സോയനുള്ള നടക്കണമില്ല. ഓളും കഴിക്കും ഞങ്ങളും കഴിക്കൊക്കെ പാടെ. ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ വേഗം പോവുകയാണ്. പിന്നെ സോയനെ നിറക്കിയപ്പോൾ ഇങ്ങനെ കരയാണ് എൻ്റെ പിന്നാലെ നടന്നിട്ട് പിന്നെ എടുക്കാൻ പറയും. അങ്ങനെ പിന്നെ ഞാൻ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ കാണാൻ മാത്രം വലിയ ഒന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 50 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് മാത്രമല്ലേ തന്നെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി വീണ്ടും കരിങ്കലത്താണി പോയി ഇറങ്ങാൻ എന്നിട്ട് അവിടുന്ന് പിന്നെ ബസ്സിന് കയറുക. അങ്ങനെയാണ് ചെയ്യണത്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ മുന്നിൽ ഫ്രൂട്ട്സും കടയാണ്. അപ്പോൾ സോയമോൾക്ക് അത് കണ്ടിട്ട് വേണം പറഞ്ഞിട്ട് സൊപ്പും സോയും കൂടിയും പോയിട്ട് അവൾക്ക് ഗ്രേപ്സ് വാങ്ങിക്കൊടുത്തു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി നിന്നിട്ട് പിന്നെ പള്ളിക്കൊന്ന് പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോക്ക് കയറി കേട്ടോ. ഇനി അങ്ങനെ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.